രാജ്യത്ത് വീണ്ടും പാക് ചാരവൃത്തി. നിർണായക സൈനിക വിവരങ്ങൾ ചോർത്തി 2 പേർ ഗുജറാത്തിൽ അറസ്റ്റിൽ. പിടിയിലായ ജയൻകുമാർ മുൻ സൈനികൻ. ഇരിക്കണേ അല്ല, ഇങ്ങനത്തെ വാർത്തകളൊന്നും ഈ ജൻ ടി വി, ഗോതി മീഡിയ, റിപ്പോർട്ടർ ചാനൽ ഇങ്ങനത്തെ കാണുന്നില്ലേ? ഈ മുസ്ലിങ്ങൾ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവരെ കണ്ണൊക്കെ അങ്ങോട്ട് ചൂന്നിട്ട് ചെല്ലണുള്ളൂ. അല്ല, ഇവർ ചെയ്യുമ്പോഴൊന്നും ഇതൊന്നും പ്രശ്നങ്ങളല്ലേ? ഏത് നാരികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും തീവ്രവാദികൾ തന്നെ. അതിന് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യന് എങ്ങനെയൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ അത് തോന്നുന്നുണ്ടാവുള്ളൂ. കാര്യം അത് വേറൊന്നും കൊണ്ടല്ല, അത് ഈ RSSൻ്റെ ശാഖയിലിരുന്ന് കുത്തിരുന്നിട്ട് ചെയ്യണോണ്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഇത് ആര് ചെയ്യട്ടെ, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരും ചെയ്യട്ടെ, ആര് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന, രാജ്യത്തിന് അപകടം ഉണ്ടാക്കുന്ന, ആ രാജ്യത്തിന് വേണ്ടിയിട്ട് ദ്രോഹം ചെയ്യണ ഏത് നാറികളാണെന്നുണ്ടെങ്കിലും ഓലൊക്കെ തീവ്രവാദികളാണ്. അല്ലാണ്ട് ഈ കുറേ എണ്ണം വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇങ്ങനെ പറയണേ. ഈ ഹിന്ദുക്കൾ അതിലൊക്കെ കാണാൻ പറ്റും, ഇഷ്ടം പോലെ ഉണ്ട്. കാണിച്ചു തരണോ? എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയുണ്ട്. ഏറ്റവും കൂടുതലുണ്ടാവും ഹിന്ദുക്കളെ കാരം. കാശ് കണ്ടിട്ട് മഞ്ഞളിച്ചിട്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഒറ്റ കൊടുക്കണ കുറേ നാറികളുണ്ട്. അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊന്നുമില്ല. രാജ്യത്തിന് ഒറ്റ കൊടുക്കണ ഏത് തെണ്ടികളാണെന്നുണ്ടെങ്കിലും ഓലൊക്കെ തീവ്രവാദികൾ തന്നെയാണ്. എന്നിട്ട് കുറേ എണ്ണട ഇറങ്ങിക്കോളും. മുസ്ലിങ്ങളല്ലേ ഇതൊക്കെ ചെയ്യണേ, മുസ്ലിങ്ങളല്ലേ ഇതിനൊക്കെ കാരണം. നാറിയോള് ഇവരൊക്കെ ഉണ്ടല്ല, ഇവരിതൊന്നും കാണൂല. ഇവരെ കണ്ണ് ഇത് ഇങ്ങോട്ടൊന്നും ചെല്ലൂല. ഇവരെ കണ്ണ് ഈ മുസ്ലിങ്ങളെ നെഞ്ഞത്ത് മാത്രമേ ചെല്ലുള്ളൂ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ? മഞ്ഞപ്പിത്തം പിടിച്ചവന് എന്ത് കാണാണെന്നുണ്ടെങ്കിൽ മഞ്ഞാന്നേ തോന്നുള്ളൂ.